ഡസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ചന്ദ്രന്റെ പാറ പൊടിച്ചു കിട്ടുന്ന ഒരു പൊടിയാണത്. യുകെയിലെ മിൽട്ടൺ കെയ്ൻസിൽ കടുത്ത സുരക്ഷാ വലയത്തിൽ മൂൺ ഡസ്റ്റ് പൂട്ടിവെച്ചിട്ടുണ്ട്. ഒരു പൊടി സൂക്ഷിക്കാൻ എന്തിനാണിപ്പോൾ ഇത്ര വലിയ സുരക്ഷ എന്നല്ലേ? ഇതങ്ങനെ വെറും ഒരു പൊടിയല്ല. സ്വർണ്ണത്തരികളേക്കാൾ ഇരട്ടി വിലയുണ്ട് ഈ 60 മില്ലിഗ്രാം മൂൺ ഡസ്റ്റിന്. ഏകദേശം 50 വർഷത്തിനു ശേഷം ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ചന്ദ്രശിലയുടെ ആദ്യ സാമ്പിളുകളാണ് യുകെയിൽ എത്തിയിരിക്കുന്നത്. അതും വില കൊടുത്ത് വാങ്ങിയതല്ല, ചൈന കടം കൊടുത്തതാണ്. ഈ അപൂർവ വസ്തു കടമായി ലഭിച്ച യുകെയിലെ ഏക ശാസ്ത്രജ്ഞനാണ് പ്രൊഫസർ മഹേഷ് ആനന്ദ്. ലോകത്തിൽ ആർക്കും തന്നെ ചൈനയുടെ സാമ്പിളുകൾ കിട്ടിയിരുന്നില്ല. അതിനാൽ തന്നെ ഇതൊരു വലിയ ബഹുമതിയും പദവിയുമായാണ് കണക്കാക്കുന്നതെന്ന് പ്രൊഫസർ മഹേഷ് ആനന്ദ് പറയുന്നു. ചന്ദ്രൻ എങ്ങനെ രൂപപ്പെട്ടു, ഭൂമിയുടെ ആദ്യകാലങ്ങൾ എങ്ങനെയായിരുന്നു തുടങ്ങിയ അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഇനി കൃത്യമായൊരു ഉത്തരം നൽകാനാകുമെന്ന പ്രതീക്ഷയിലാണ് മഹേഷ് ആനന്ദിന്റെ ഗവേഷക സംഘം. 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമി ചൊവ്വയുടെ വലിപ്പമുള്ള ഒരു ഗ്രഹത്തിൽ ഇടിച്ചപ്പോൾ പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ട അവശിഷ്ടങ്ങളിൽ നിന്നാണ് ചന്ദ്രൻ ഉണ്ടായതെന്നാണ് ശാസ്ത്രജ്ഞരുടെ സിദ്ധാന്തം. ഇത് സാധൂകരിക്കുന്നതിനുള്ള തെളിവുകൾ മൂൺ ഡസ്റ്റിന്റെ തരികൾക്കുള്ളിൽ ഉണ്ടായിരിക്കാം. ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ചന്ദ്രശില ലേസർ ഉപയോഗിച്ച് പൊടിച്ചാണ് മൂൺ ഡസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചന്ദ്രന്റെ ഉത്ഭവം കണ്ടെത്താനുള്ള പഠനത്തിന്റെ ഭാഗമായി വിക്ഷേപിച്ച ചൈനയുടെ ചാങ് 5 ബഹിരാകാശ ദൗത്യത്തിലാണ് ഈ പാറകൾ ശേഖരിച്ചത്. 2020 മോൺസ് റുംകർ എന്ന അഗ്നിപർവ്വത പ്രദേശത്തിറങ്ങി ചന്ദ്രോപരിതലത്തിലെ 100 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ നിന്നായിരുന്നു ഈ സാമ്പിൾ ശേഖരണം. റോബോട്ടിക് കൈകൾ ഉപയോഗിച്ച് ചന്ദ്രോപരിതലത്തിലെ പാറ തുരന്ന് 2 കിലോഗ്രാം വസ്തുക്കളാണ് അന്ന് ശേഖരിച്ചത്. 1976 സോവിയറ്റ് ദൗത്യത്തിനു ശേഷം ആദ്യത്തെ വിജയകരമായ ചാന്ദ്ര ദൗത്യമായിരുന്നു ഇത്. ഭൂമിയിലേക്ക് തിരികെ പ്രവേശിക്കുന്നതിനിടെ ബാഹ്യാന്തരീക്ഷത്തിന്റെ സ്വാധീനമേൽക്കാത്ത വിധം വായുസഞ്ചാരമില്ലാത്ത അറയിലാണ് ഈ സാമ്പിളുകൾ സൂക്ഷിച്ചിരുന്നത്. ചൈനയുടെ ചാന്ദ്ര ബഹിരാകാശ പര്യവേഷണ പദ്ധതികളിലെ മറ്റൊരു നാഴികക്കല്ലായിരുന്നു ഈ വിക്ഷേപണം. ബഹിരാകാശ ശാസ്ത്രജ്ഞർ തമ്മിലുള്ള ആഗോള സഹകരണത്തിന്റെ ഭാഗമായി പുതിയ കണ്ടെത്തലുകൾ നടത്താൻ 7 അന്താരാഷ്ട്ര ഗവേഷക സാമ്പിളുകൾ ചൈന അനുവദിച്ചിരുന്നു. ആദ്യത്തെ സംഭവമായിരുന്നു ഇത്. കഴിഞ്ഞ ആഴ്ച ബീജിംഗിൽ നടന്ന ഒരു വിപുലമായ ചടങ്ങിൽ വെച്ച് പ്രൊഫസർ ആനന്ദിന് ചെറിയ കുപ്പികൾ കൈമാറി. റഷ്യ, ജപ്പാൻ, പാകിസ്ഥാൻ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരും ഈ ചടങ്ങിൽ എത്തിയിരുന്നു. എത്രത്തോളം സുരക്ഷിതമാക്കാമോ അത്രത്തോളം സൂക്ഷിച്ചാണ് ഈ വിലയേറിയ സാധനം അദ്ദേഹം യുകെയിൽ എത്തിച്ചത്. മിൽട്ടൺ കെയ്ൻസിലെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ലാബിലും സുരക്ഷ ശക്തമാണ്. മലിനീകരണം തടയാൻ ഈ ഉയർന്ന സുരക്ഷാ മുറിക്കുള്ളിലെ പരിസ്ഥിതി കളങ്കരഹിതമായിരിക്കണം. ഭൂമിയിലെ വസ്തുക്കൾ മൂൺ ഡസ്റ്റുമായി കലർന്നാൽ പ്രൊഫസർ ആനന്ദിന്റെ ടീം നടത്തുന്ന വിശകലനത്തെ അത് എന്നേക്കുമായി നശിപ്പിക്കും. ആകെ ഈ 60 മില്ലിഗ്രാമിൽ കൂടുതൽ ആവശ്യമില്ല എന്നാണ് പ്രൊഫസർ മഹേഷ് ആനന്ദ് പറയുന്നത്. വർഷങ്ങൾ നീണ്ട ഗവേഷണത്തിന് ഈ ചെറിയ അളവ് തന്നെ ധാരാളമാണത്രേ. ചന്ദ്രോപരിതലത്തിൽ നിന്ന് നേരിട്ടുള്ള ഒരു വസ്തുവിന്റെ മേൽ പ്രവർത്തിക്കുന്നത് ടെക്നീഷ്യൻ K-Nightന് ആദ്യത്തെ അനുഭവമാണ്. 36 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അവർക്ക്. എന്നാൽ ഈ സാമ്പിളുകൾ വളരെ കുറവായതിനാലും അധികം കിട്ടാനില്ലാത്തതിനാലും നല്ല ടെൻഷനുണ്ട്. പോരാത്തതിന് ഇതിന് ചൈന ഈടാക്കുന്ന വിലയും വളരെ ഉയർന്നതാണ്. ഗവേഷണം പൂർത്തിയാക്കാൻ ടീമിന് 1 വർഷമാണ് മുന്നിലുള്ളത്. ഇത് കഴിയുന്നതോടെ ചന്ദ്രൻ എങ്ങനെ ഉണ്ടായി എന്നതിന്റെ അടക്കം ഉത്തരങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം.